രേണുകയിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. കോഴിക്കോട് തൊണ്ടയാട് സ്വിഗ്ഗി ജീവനക്കാരനെ വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അല്പസമയം മുമ്പായിരുന്നു അത് കണ്ടെത്തിയിരുന്നതിൽ. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോലീസ്. ഉമ്മളത്തൂർ സ്വദേശിയാണ് മരിച്ചത്. റിയാസ് കെമാർ ഉണ്ട് നമ്മളോടൊപ്പം. റിയാസ്, അന്വേഷണം ആരംഭിച്ചു, ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ആരംഭിച്ചോ? മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോഴിത് തൊട്ട് മുൻപാണ് ഈ ഇൻട്രോ വായിക്കുന്ന സമയത്താണ് ഇവിടെ നിന്നും ഈ ബൈക്ക് കൂടി എടുത്ത് കൊണ്ടുപോയത്. അല്പം മുൻപാണ് ക്രെയിനിൻ്റെ സഹായത്തോടു കൂടി ഈ ബൈക്ക് ഉയർത്തിയത്. KL11 AG എന്ന് തുടങ്ങുന്ന നമ്പറാണ് ഈ ബൈക്കിൻ്റെത്. ആ ബൈക്കാണ്. അതിൽ നിന്നും ഒരു സ്ലിപ്പ് കിട്ടിയിരുന്നു. ആ സ്ലിപ്പിൽ 12:57 പുലർച്ചെ ഇന്ന് പുലർച്ചെ 12:57 ഏറ്റവും ഒടുവിലുള്ള ഓർഡർ അതിനകത്ത് ഉണ്ടായിരുന്നത്. അതിൽ ഒരു അൽഫാം മന്തിക്കായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. പോലീസ് പ്രതീക്ഷിക്കുന്നത് ആ അൽഫാം മന്തി ഓർഡർ ചെയ്ത സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് ഈ യുവാവ് ബൈക്കിൽ വന്ന യുവാവ് സ്വിഗ്ഗി ജീവനക്കാരൻ നേരെ വന്ന് ഇവിടെ കാണുന്ന ഈ നേരെ ഈ ദേശീയപാതയിലൂടെ വന്ന് നേരെ ഈ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞു വീണു എന്നാണ് സംശയിക്കുന്നത്. മരിച്ചത് ആരെന്ന് ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. എലത്തൂർ സ്വദേശിയാണോ എന്ന് സംശയിക്കുന്നുണ്ട്. നേരത്തെ ഉമ്മളത്തൂർ സ്വദേശിയുടെ സംശയിച്ചിരുന്നു. കാരണം ഉമ്മളത്തൂർ സ്വദേശിയുടേതായ ഒരു ID കാർഡ് കണ്ടെത്തിയിരുന്നു. പക്ഷേ അതല്ല, എലത്തൂർ സ്വദേശിയുടെ മറ്റൊരു ഐഡൻറ്റിറ്റി കാർഡും കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അതാണോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ളൊരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഈ മരിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ നിരവധി ആളുകൾ ഇവിടെ ഇത് വിവരമറിഞ്ഞും മറ്റുമൊക്കെയായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരോട് തന്നെ ചോദിക്കാം. ഇത് അറിഞ്ഞു വന്നതാണോ? അതെ, അറിഞ്ഞു വന്ന് പോകുമ്പോൾ കണ്ടതാണ്. അപ്പം പിന്നെ ഇവിടെ വന്നപ്പോഴാണ് അറിയണത് ഇങ്ങനെ ആൾ മരിച്ചിട്ടുണ്ട് എന്നൊക്കെ. പിന്നെ സംഭവം എന്താ വെച്ചാൽ ഞങ്ങൾക്കൊക്കെ തോന്നണത് ഞാൻ സ്ഥിരം അതിലേ പോകുന്ന ആൾ തന്നെയാണ്. തോന്നുന്നത് എന്താ വെച്ചാൽ ഒന്നാമത് ഇവിടെ ഈ മറ്റുള്ള സ്റ്റേറ്റിലെ ഒരു വലിയ വലിയ വണ്ടികളൊക്കെ നിർത്തിയിടുമ്പോൾ ഞങ്ങൾക്ക് 2 വീലർകാർക്ക് ഇങ്ങോട്ട് വരുമ്പോൾ വലിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെളിച്ചമില്ല. പിന്നെ ഇവിടെ കണ്ടില്ലേ ഈ മണ്ണും ഇതൊക്കെ കൂട്ടിയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു ട്രാഫിക്കിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു വെളിച്ച സംവിധാനം അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ സ്പീഡിൽ വരുമ്പോൾ അതിലങ്ങനെ വളച്ച് പോകുന്നുണ്ടാവും. അതിൽ ചിലപ്പോൾ വണ്ടി ചാടി പോകുന്നതാണ് മനസ്സിൽ കണക്ക് കൂട്ടുന്നത്. അതിൽ പോകുമ്പോൾ ഒന്ന് കണ്ടതാണ് കേട്ടോ. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇദ്ദേഹം സ്ഥിരം യാത്രികനാണ്. ഇവർ അതായത് ഇവിടെ വെളിച്ചമോ മറ്റ് കാര്യങ്ങളോ ഇല്ലാത്തത് കാരണം ഇവിടെ വലിയ ബുദ്ധിമുട്ട് ഇവർ അനുഭവിക്കേണ്ടി വരുന്നു, സ്ഥിരം യാത്രികർ. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതാകാം എന്നൊരു നിഗമനമാണ്. മാത്രമല്ല തൊട്ട് ഇതിൻ്റെ പിറകിലെ ദൃശ്യത്തിൽ നമ്മൾക്ക് കാണാം നിരവധി ലോറികൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാം. ഇതുപോലെ ആ ലോറിക്കാർ പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഇവിടേക്ക് എത്തിയത്. അതിനുശേഷം അവർ വന്നതിന് ശേഷമൊന്നും ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടില്ല എന്നാണ് ലോറിക്കാർ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് മുൻപേ സംഭവിച്ചതാകാം ഈ അപകടം എന്നുള്ളതാണ്. പുലർച്ചയോടുകൂടി സംഭവിച്ചു എന്നാണ് കരുതുന്നത്. ഇപ്പോൾ മറ്റൊരു വ്യക്തിയുണ്ട് ഇവിടെ. ചേട്ടാ, നേരത്തെ എത്തിയിരുന്നോ ഇവിടെ? ഇല്ല, ഞാൻ കുറച്ച് നേരമായിട്ട് ശവമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇല്ല. ഇത് ഇവിടെ നിങ്ങൾ ഇതുവഴി സ്ഥിരം യാത്ര ചെയ്യുന്ന ആളാണ്? അതെ അതെ, ഞാൻ ഇവിടെയുള്ള ആൾ തന്നെയാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് ക്രോസ് ചെയ്യാൻ തന്നെ ഭയങ്കര പേടിയാണ്. എന്താ വെച്ചാൽ അങ്ങനെ വാഹനം അങ്ങനെ വരുന്നതാണ്. അല്ലാണ്ട് ഇവിടെ വേറൊരു സംവിധാനമില്ല. എപ്പോഴെങ്കിലും ഒരു പോലീസുകാരൻ ഇവിടെ നിർത്തും. ആ പോലീസുകാരൻ ചിലപ്പോൾ അവിടെ എവിടെ ഉണ്ടാവും. പക്ഷേ അവരെ കുറ്റം പറഞ്ഞിട്ടില്ല. എന്താ വെച്ചാൽ നട്ട വെയിലത്ത് ഇവിടെ നിൽക്കല്ലേ, അപ്പോൾ ഓരോ മനുഷ്യരല്ലേ. അപ്പോൾ അല്ലാണ്ട് എന്തും വേണ്ട സംവിധാനം ഇവിടെ ചെയ്തില്ലെങ്കിൽ ഭയങ്കര അപകടം തന്നെയാണ്. സ്ഥിരമായിട്ട് 1-2 അപകടം ദിവസം ഉണ്ടാവും. ഈ രാത്രി ഇവിടെ വെളിച്ചം കാര്യമായി ഇല്ല എന്ന് പറയും. വെളിച്ചങ്ങളൊന്നും ഇല്ല ഇവിടെ, ഇല്ല. ഇതിപ്പോൾ ഇവിടെ അനാസ്ഥയാണ്. ഒരു എന്തൊക്കെ എന്താ എടുത്ത് വെക്കണ്ടേ. അപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നവരെ എന്തൊക്കെ അറസ്റ്റ് അങ്ങനെ എന്തോ ചെയ്യണം. അല്ലെങ്കിൽ അവർക്ക് നാളെ ഇനിയിപ്പോൾ അങ്ങനെ തന്നെയല്ലേ. ഇപ്പം ആ മരിച്ച അവൻ്റെ വീട്ടുകാർക്ക് പോയി എന്നല്ലാതെ ഇവർക്ക് എന്താണ് ഒരു ഇതില്ലല്ലോ. ഇദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ രോഷം കൂടിയാണ്. കാരണം നാട്ടുകാരുടെ പൊതുവായൊരു രോഷം കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കാരണം ഇവിടെ കൃത്യമായ രീതിയിൽ ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയായിരുന്നിട്ട് കൂടി ഇവിടെ ഒരു വെള്ളക്കെട്ടുണ്ടായിരുന്നിട്ട് കൂടി അതിനെ സംബന്ധിച്ച ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ഇവിടെ ഏർപ്പെടുത്തിയിരുന്നില്ല. അതും ഈ ഒരു അപകടത്തിലേക്ക് നയിച്ച ഒരു കാരണമായി പറയുന്നു. മാത്രമല്ല ഇവിടെ സ്ഥിരം അപകട മേഖലയാണ് ഇവിടെ. എന്നിട്ട് കൂടി ഇവിടെ കാര്യമായ ഒരു മുന്നറിയിപ്പ് സംവിധാനങ്ങളോ ഒന്നും തന്നെ
ഒരുക്കിയിരുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുവാവ് നേരെ വന്ന് ഇവിടത്തേക്ക് പതിച്ചു എന്നാണ് സംശയിക്കുന്നത്. ആ ഭാഗത്തു നിന്നായിരിക്കണം വന്നത്, അതായത് ഇതിൻ്റെ നേരെ എതിർഭാഗത്തു നിന്നായിരിക്കണം യുവാവ് വന്നത് എന്ന് സംശയിക്കുന്നു. എല്ലാം സംശയം മാത്രമാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നു. മരിച്ചത് എലത്തൂർ സ്വദേശിയാണെന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. പക്ഷേ അതിന് ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. കാളിദാസ്. തീർച്ചയായും റിയാസ്, എന്തായാലും മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നറിയാൻ സാധിക്കുന്നു. അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ആരാണ് ഈ മരിച്ചത് എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട്. മാത്രമല്ല, ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു അതിൽ ആ ഒരു ഹൈവേ പണിയെല്ലാം പുരോഗമിക്കുകയാണ്. ഏറെക്കാലമായി തൊണ്ടയാട് ഫ്ലൈ ഓവറിന് സമീപമായിട്ടുള്ള പ്രദേശമാണ് അത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് റിയാസ് സൂചിപ്പിച്ച പോലെ തന്നെ അപകട സാധ്യത കൂടുതലുള്ള പ്രദേശമാണ്. പ്രദേശവാസി സൂചിപ്പിച്ച പോലെ അവിടെ പോലീസിന്റെ സാന്നിധ്യവും അത്രത്തോളം ഇല്ല എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ അധികൃതർ ഇതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ ഒരു വെള്ളക്കെട്ടിനെ സംബന്ധിച്ച് കൂടുതൽ നടപടികൾ, അല്ലെങ്കിൽ കൃത്യമായ നടപടികൾ എടുക്കേണ്ട ഒരു കാര്യം കൂടിയില്ലേ? തീർച്ചയായും. കാരണം ഇവിടെയുള്ള ഈ വെള്ളക്കെട്ട് സംബന്ധിച്ച് ഇവിടെ ഒരു വെള്ളക്കെട്ടുണ്ട്, അല്ലെങ്കിൽ സൂക്ഷിക്കണം, മുന്നറിയിപ്പ് ബോർഡ് രാത്രികാലങ്ങളിൽ യാത്രക്കാർക്ക് വരുന്ന യാത്രക്കാർക്ക് എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് ബോർഡോ അല്ലെങ്കിൽ സൂചനാ ബോർഡുകളോ നൽകണമെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഒരു സ്വിഗ്ഗി ജീവനക്കാരൻ എത്തിയിട്ടുണ്ട്. അത് ആരാണെന്ന് തിരിച്ചറിഞ്ഞു? സാർ, ഇതുവരെക്കും തിരിച്ചറിഞ്ഞിട്ടില്ല, ആരാന്നും മനസ്സിലായില്ല. ഇപ്പോൾ അതാ നോക്കിയ സമയത്ത് വേറൊരാളാണെന്നാണ് പറയുന്നത്. അപ്പം എന്താണെന്ന് ഇതുവരെക്കും മനസ്സിലായില്ല. വളരെ ടെൻഷൻ ഉണ്ട്. ഇങ്ങനെ അതുപോലെ തന്നെ സംബന്ധിച്ചത് ഒരു വെള്ളം പോലും പിടിക്കാണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പ്രത്യേകിച്ച് ഈ സ്വിഗ്ഗി അല്ലെങ്കിൽ ഡെലിവറി ജീവനക്കാർ പൊതുവെ രാത്രി അല്ലെങ്കിൽ സമയം പോലും നോക്കാതെ ജോലി ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയുണ്ട്. അത്തരത്തിൽ ഈ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാവാൻ വഴി അങ്ങനെ ആവാൻ വഴിയാണ്. കാരണം 12 മണി തൊട്ട് എല്ലാവരും വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ടയേർഡായി പോകുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പം ഉറക്കം കാരണം ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയതായിരിക്കും. അങ്ങനെ ആവാം. മറ്റൊന്ന്, ഇവിടെ ഒരു കൃത്യമായ മുന്നറിയിപ്പ് സംവിധാനങ്ങളില്ല എന്നുള്ളത് നാട്ടുകാർ അത് പൊതുവേ ഉള്ളായിരുന്നു. കാരണം ഇവിടെ ഈ ഒരു ജോലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാർക്ക്, ഞങ്ങളെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അങ്ങനെ ഓരോ ഇഞ്ചുറിയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഇത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആണെന്നുള്ള സൂചന വല്ല? ഞങ്ങളെ ഗ്രൂപ്പിൽ ഇതുവരെക്കും അങ്ങനെ ഒരാളില്ല. എന്ന് വെച്ചാൽ സ്വിഗ്ഗിയിൽ 2 ഗ്രൂപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ സ്വിഗ്ഗി റൈഡേഴ്സ് എന്നുള്ളതുണ്ട്, കാലിക്കറ്റ് റൈഡേഴ്സും ഉണ്ട്. അങ്ങനെ ഒരാൾ ഇതുവരെക്കും കണ്ടിട്ടില്ല. പിന്നെ നേരത്തെ മീഡിയസിൽ പറയുന്നത് കേട്ടു, ഇങ്ങനെ ഒരാൾ ആധാർ കാർഡ് കിട്ടിയില്ലേ, അങ്ങനെ ഒരാൾ ഇതുവരെക്കും സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. മിഥുനാണ് ആധാർ കാർഡിൽ കാണിക്കുന്നത്. അല്ല, മിഥുൻ്റെ എല്ലാന്ന് പോലീസ് വ്യക്തമാക്കി. അപ്പോൾ അതുകൊണ്ട് ഇതുവരെക്കും അങ്ങനെ ഒരാളില്ല ഗ്രൂപ്പിൽ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു സ്ഥിരീകരിക്കാതിനോട് ആരാന്നും മനസ്സിലായില്ല ഇതുവരെക്കും. സ്വിഗ്ഗി ജീവനക്കാരനാണ് അദ്ദേഹം പറയുന്നത് ആരാണെന്ന് തിരിച്ചറിയാത്തതിൻ്റെ ഒരു വേദന അദ്ദേഹം പങ്കുവയ്ക്കുന്നു. മാത്രമല്ല, അവരുടെ ജോലി സംബന്ധമായ വലിയ ബുദ്ധിമുട്ടുകൾ അതും ഈ ഒരു മരണത്തിലേക്ക് നയിച്ച കാരണമാകാമെന്നുള്ളതാണ്. കാരണം ഇന്ന സമയമെന്നില്ല, ഇത്ര സമയമെന്നില്ല. അതുകൊണ്ട് തന്നെ രാത്രികളിൽ പലപ്പോഴും ഉറക്കമിളച്ചും ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ, സാഹചര്യം സ്വിഗ്ഗി ജീവനക്കാർ പോലുള്ള ഡെലിവറി ജീവനക്കാർക്കുണ്ടാകുന്നു. അത്തരത്തിൽ ഉറങ്ങിപ്പോയതാവാനും വഴിയുണ്ട്. അതുകൊണ്ട് പാളിപ്പോയതാണോ എന്ന് പറയാൻ പറ്റില്ല. മറ്റൊന്ന്, നാട്ടുകാർ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇവിടെയുള്ള ഈ ഒരു മുന്നറിയിപ്പ് ബോർഡോ അല്ലെങ്കിൽ ഒരു തടസ്സ സംവിധാനങ്ങളോ ഏർപ്പെടുത്തിയില്ല എന്നുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യമായിരിക്കും ഈ മരണത്തിലേക്ക്, ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന് നാട്ടുകാരും ഈ സ്വിഗ്ഗി ജീവനക്കാരും ഒക്കെ പറയുന്നു. സ്വിഗ്ഗിയുടെ 2 ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിലൊന്നും തന്നെ ആരാണ് മരിച്ചത് എന്നത് വ്യക്തമായിട്ടില്ല എന്ന് പറയുന്നു. എന്തായാലും ഇപ്പോൾ ഈ വാഹന നമ്പർ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും പോകുന്നു. കൂടാതെ ഈ കണ്ടെത്തിയ രണ്ടാമത്തെ ഐഡന്റിറ്റി കാർഡ്, ഒന്നാമത്തെ ഐഡന്റിറ്റി കാർഡിൽ കണ്ടെത്തിയ വ്യക്തിയല്ല, നേരത്തെ ഒരു മിഥുൻ എന്ന് പറയുന്ന ആളുടെ ഐഡന്റിറ്റി കാർഡായിരുന്നു കണ്ടെത്തിയത്. പക്ഷേ ആ മിഥുൻ ജീവനോടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാമത് കണ്ടെത്തിയ ഐഡന്റിറ്റി കാർഡ് എലത്തൂർ സ്വദേശിയുടേതാണ്. ഇനി ആ എലത്തൂർ സ്വദേശിയാണോ അതല്ല മറ്റാരെങ്കിലും ആണോ എന്നുള്ളത് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു കൃത്യമായ അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശരി റിയാസ്, എന്തായാലും അതാരാണെന്ന് ഉള്ളത് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തട്ടെ. പോലീസ് അന്വേഷണം വളരെ വേഗത്തിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്കിനിയും വരും മണിക്കൂറിലും ആവശ്യമാണ്. റിയാസ് സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ട് എന്ന് തന്നെയാണ്, സംഭവ സ്ഥലത്താണിപ്പോൾ റിയാസ് ഉള്ളത്. സംഭവ സ്ഥലത്ത് തന്നെ റിയാസ് കെമാർ തുടരും എന്നുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇതിനെ സംബന്ധിച്ച് ഒരുപാട് വ്യക്തതകൾ വരാനുണ്ട്. ആരാണ് മരിച്ചത്, അല്ലെങ്കിൽ ആരാണ് ഇപ്പോൾ ഈ ഒരു അപകടത്തിൽ പെട്ടത്, എന്താണ് അതിൽ സംഭവിച്ചത്, എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്,
അപ്പോൾ ആ സ്വിഗ്ഗി ജീവനക്കാരൻ പറഞ്ഞതുപോലെ ഉറക്കമളച്ച് ജോലി ചെയ്യുന്നൊരു സാഹചര്യത്തിൽ അങ്ങനെ ഉറങ്ങിപ്പോയതാണോ, അല്ലെങ്കിൽ അതിവേഗത്തിൽ വന്ന് വളരെ വേഗത്തിൽ വണ്ടി ഓടിച്ച് വന്നപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് അത് തെന്നിപ്പോയതാണോ എന്നുള്ളതിൻ്റെയൊക്കെയാണ് നമുക്ക് എന്തായാലും ഇനി വ്യക്തത വരാനുള്ളത്. റിയാസ് കെമാർ ആണ് വിവരങ്ങൾ നൽകിയത്. റിയാസ് എന്തായാലും സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ടാകും. സമഗ്രമായി ഈ ഒരു സംഭവം കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ മറ്റു വാർത്തകളിലേക്കും കൂടി പോകുന്നു. മലപ്പുറത്ത്